2025 ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഏകദേശം 5 ലക്ഷം വർക്ക് പെർമിറ്റുകളാണ് എക്സ്പയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള എക്സ്പയർ ചെയ്യുന്നവർ അത് PR കിട്ടിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, കാനഡയിൽ ഒരു വർക്ക് പെർമിറ്റൊക്കെ എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നുള്ളത്. പലർക്കും കാനഡ വിട്ടു പോകുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി തിരിച്ച് നാട്ടിലേക്ക് പോവാതെ തന്നെ കാനഡയിൽ തുടരാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡിന് ശേഷം നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇഷ്ടംപോലെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെയാണ് ആൾക്കാർ ഇവിടെ കാനഡയിൽ വരികയൊക്കെ ചെയ്തത്. ഇന്നത്തെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 20 ലക്ഷത്തോളം അടുത്ത് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നവർ ഈ കാനഡയിലുണ്ട്. അതായത് PR സ്റ്റാറ്റസ് ഇല്ലാതെ വർക്ക് പെർമിറ്റിലും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്നവരുടെ എണ്ണം മാത്രമാണ് ഈ 20 ലക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 20 ലക്ഷത്തിൽ തന്നെ ഏകദേശം ഒരു 5 ലക്ഷം പേരുടെ വർക്ക് പെർമിറ്റ് ഈ വർഷം ഡിസംബർ 2025 എക്സ്പയർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയുള്ള 5 ലക്ഷം പേര് കാനഡയിൽ തുടരാൻ പറ്റുമോ, ഇനി എന്താണ് ചെയ്യുക, തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും പഠിക്കണോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇപ്പോൾ റീസെൻ്റായിട്ട് CEC ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ വെറും 3000 പേരെയൊക്കെയാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മാത്രമാണ് ഒരു 9000 പേരെ CEC കാറ്റഗറിയിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തത്. അല്ലെങ്കിൽ സാധാരണ ഒരു 6000 പേരെയൊക്കെ മാത്രമേ ഒരു ഇൻവിറ്റേഷൻ വഴി കാനഡയിൽ ഇപ്പം PR കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 20 ലക്ഷം സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ കാനഡയിൽ നിൽക്കുമ്പോൾ ഈ വെറും 6000 പേരെ അല്ല 9000 പേരെയൊക്കെ ഒരു മാസം വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്കെല്ലാം PR കിട്ടുക? അങ്ങനെയുള്ള PRൻ്റെ സാധ്യത ഇപ്പം കുറഞ്ഞെങ്കിൽ പോലും പല ആൾക്കാരും ഇപ്പം ചിന്തിക്കുന്നത് എങ്ങനെ ഈ കാനഡയിൽ കുറച്ചുകൂടെ നാൾ തുടരാം. കാരണം ഒരു 2028 ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള PRയിലുള്ള റെസ്ട്രിക്ഷൻസൊക്കെ അവർ കുറയ്ക്കും, കൂടുതൽ ആൾക്കാർക്ക് PR കൊടുക്കും എന്നാണ് ഇതിനകത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. പല ആൾക്കാരും വിചാരിക്കാറുണ്ട് കാനഡയിൽ ഇനിയും പോയിട്ട് കാര്യമില്ല, ഒരിക്കലും ഇവിടെ PR കിട്ടത്തില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 2ാമത്തെ ഒരു വലിയ രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാനഡയിൽ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള അത്രയും പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 4 കോടി ജനങ്ങൾ മാത്രമാണ് കാനഡയിൽ അറ്റ് പ്രസൻറ്റ് ഉള്ളത്. ഈ 4 കോടി ജനങ്ങൾ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറ്റ് പ്രസൻറ്റ് പോലും മീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കോവിഡ് ശേഷം വന്നിട്ടുള്ള പല കമ്പനികളിലും അവരുടെ പ്രൊഡക്ഷൻ കുറയുകയും അല്ലെങ്കിൽ പല രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടിയത് കാരണം അവർ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനൊന്നും പറ്റാത്ത കാരണമാണ് പല ആൾക്കാരും ഇപ്പം പിരിച്ചുവിടുന്നതും പുതിയ ആൾക്കാരെ ഒന്നും പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യാനൊന്നും ചെയ്യാത്തത്. പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം 2028 കൂടി വരും എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ 2028 ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാരെ കാനഡയിലേക്ക് വീണ്ടും PR കൊടുത്ത് അവർ ഇൻവൈറ്റ് ചെയ്യും എന്നും എല്ലാവരും വിശ്വസിക്കുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പം തന്നെ ചെയ്താലേ 2028 ആകുമ്പോഴത്തേക്ക് കൂടുതൽ സാധ്യത നമുക്ക് തെളിഞ്ഞു വരത്തുള്ളൂ. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഒത്തിരി പേര് വീണ്ടും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ കാനഡയിലേക്ക് പഠിക്കാനൊക്കെ വരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ കുറവാണെങ്കിൽ പോലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പല വിദ്യാർത്ഥികളും ഇപ്പം പുതുതായിട്ട് കാനഡയിലെ 2026 കോഴ്സിനൊക്കെ അഡ്മിഷൻ എടുത്തു തുടങ്ങി. അതിനുള്ള കാര്യമെന്ന് പറയുന്നത് അവരൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് PR സാധ്യതയൊക്കെ ആവുന്നത് 2028 കൂടിയാണ്. ആ സമയത്ത് PR സാധ്യത അവർക്ക് കിട്ടും, അങ്ങനെ PR കിട്ടി കാനഡയിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ കണ്ടിട്ടാണ് ഇപ്പം പലരും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പലരും വരുന്നത്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഇത് വലിയ റിസ്ക് അല്ലേ എന്നുള്ളത്. ഉറപ്പായിട്ടും അങ്ങനെ റിസ്ക് എടുത്തിട്ടുള്ളവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. പലരും ഇപ്പം PRൻ്റെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ CRS സ്കോറൊക്കെ കുറവായതുകൊണ്ട് ഇപ്പോൾ 500ന് മുകളിലൊക്കെയാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടിട്ടാണ് പലരും ഓരോ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ലീഗലായിട്ട് കുറച്ച് നാളോട് കാനഡയിൽ തുടരാൻ പറ്റും, ആ തുടരുന്ന കാലയളവിൽ എങ്ങനെ PR സാധ്യത കുറച്ചുകൂടി കൂട്ടാം എന്നൊക്കെയാണ്. നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ആയിക്കോട്ടെ അങ്ങനത്തെ ആ സ്റ്റാറ്റസ് എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങൾ വൺസ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ പോസിബിലിറ്റി തീരെ കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതായി തീർന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് അത് എന്ത് സ്റ്റാറ്റസിലാണോ ഇപ്പം കാനഡയിൽ നിൽക്കുന്നത് ആ സ്റ്റാറ്റസ് എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾ ഓൾറെഡി ഒരു PRന് അപ്ലൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്കൊരു AOR അക്നോളജ്മെൻറ്റ് ഓഫ് റെസിപ്റ്റ് കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിങ് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ബ്രിഡ്ജിങ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അത് വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് ആയിക്കോട്ടെ അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലി കാനഡയിൽ തുടരാൻ പറ്റുന്നതാണ്.
ഇനി നിങ്ങൾക്കൊരു PR ഇൻവിറ്റേഷൻ കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നിൽ ഒരു സ്റ്റഡി പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 20-25 മണിക്കൂറോളം നിങ്ങൾക്ക് ആഴ്ചയിൽ വർക്ക് ചെയ്യാനും സാധിക്കും. അതല്ല നിങ്ങൾക്ക് അതിനുള്ള അത്രയും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾക്ക് കാനഡയിൽ തുടരുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് ഓൾറെഡി എക്സ്പയർ ആയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 90 ദിവസമാണ് നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യാനുള്ള സമയമുള്ളത്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഒരു പുതിയൊരു വർക്ക് പെർമിറ്റിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡയിൽ ലീഗലായിട്ട് നിൽക്കാനും സാധിക്കും. ഒരു ഡിപ്പോർട്ടേഷനും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ PR എലിജിബിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ മാക്സിമൈസ് ചെയ്യാനുള്ള വഴികൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും. ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, പലരും ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങി, പലരും അങ്ങനെയൊക്കെ CRS സ്കോർ കൂടുതൽ മേടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനത്തെ ശ്രമങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പലർക്കും ഇനിയൊരു സ്റ്റുഡൻറ്റ് പെർമിറ്റ് എടുക്കുമെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ട് ഭയങ്കര എക്സ്പെൻസീവാണ്, എങ്ങനെയാണ് ഇത് തന്നെ ഇപ്പോൾ ഈ 2 വർഷത്തെ കോഴ്സ് പഠിച്ച് തന്നെ ഭയങ്കര കടമൊക്കെ ആയിട്ടാണ് എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ വീണ്ടും നിങ്ങളൊരു 2 വർഷത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ പ്രോഗ്രാമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 6 മാസത്തെ പ്രോഗ്രാം എടുത്തും ഈ കാനഡയിൽ തുടരാൻ പറ്റും. അങ്ങനത്തെ എന്തെങ്കിലും വഴികൾ ഏറ്റവും ഇൻ ഡിമാൻഡായിട്ടുള്ള PR എലിജിബിലിറ്റി ഏറ്റവും കൂടുന്ന രീതിയിലുള്ള കോഴ്സുകൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ എടുത്താണെങ്കിലും കുറച്ച് നാളോട് കാനഡയിൽ തുടരുവാണെങ്കിൽ നിങ്ങൾക്ക് PR സാധ്യത അതുപോലെ ലഭിക്കുകയും ചെയ്യും. കാനഡയിൽ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ഒരു PR കിട്ടി ഈ രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നവർക്ക് അങ്ങനെ ശ്രമങ്ങൾ നടത്താതെ തന്നെ തിരിച്ചു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ 2025 കാനഡ PR കിട്ടാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ആ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത്. ഇങ്ങനത്തെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.